dear children, welcome to the online class of Vidyasagar. Today we have to continue the rest of the story, Matchbox. In the last session, we found that there happened a quarrel between Ajit and Nomita. And at the end of that quarrel, Nomita burned the angel of her sari, and Ajit was frightened, and he put out that fire by grabbing the burning part and slaps it between his hands. Then he talks to her normally and asks her whether she loses all common sense when she gets angry, and says, a woman under such anger. And there we found that Nomita did not respond to that, because at the right time Nomita's niece Rini enters into the room. സോ ആ വഴക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നത് എന്താ നൊമിത പിന്നെ തുടർന്നങ്ങോട്ട് പറയുമായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം കൃത്യമായിട്ട് ആ സമയത്ത് നൊമിതയുടെ അനന്തരവളായ റിനി മുറിക്കുള്ളിലേക്ക് കടന്നു വരുന്നു. Immediately she says piercingly, "So Khurima, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that." അപ്പോൾ മുറിയിലേക്ക് കടന്നു വന്ന റിനി വന്നിട്ട് ഷി സെസ് പിയേഴ്സിംഗ്ലി, പിയേഴ്സിങ് എന്ന വാക്കിന് തുളച്ച് കയറുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് റിനി സംസാരിക്കുന്നത്. സോ ഖുരീമ, ഈ ഖുരീമ എന്ന് പറയുന്നത് അതുപോലത്തെ വേർഡ്സ് തുടർന്നും അങ്ങോട്ട് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റോറി ബംഗാളിയാണല്ലോ, അപ്പോൾ ബംഗാളി ഭാഷയിൽ ബംഗാളിൽ യൂസ് ചെയ്യുന്ന റിലേഷൻ വേർഡ്സാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു പദമാണ് ഖുരീമ എന്ന് പറയുന്നത്. അപ്പോൾ ഖുരീമ എന്നതിൻ്റെ മീനിങ് ഫാദറിൻ്റെ യങ്ങർ ബ്രദറിൻ്റെ വൈഫ് എന്നാണ്. യങ്ങർ ബ്രദറിൻ്റെ വൈഫ്. അപ്പോൾ റിനിയെ സംബന്ധിച്ച് റിനിയുടെ അച്ഛൻ്റെ ഇളയ അനിയൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ അനുസരിച്ച് കുഞ്ഞമ്മ. അപ്പോൾ അവൾ ചോദിക്കുവാണ്, സോ ഖുരീമ, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദി വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? എന്തിനാ കുറ്റപ്പെടുത്തിയത്? ബിക്കോസ് സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു നൊമിത എന്തിനാണ് മുറിയിലേക്ക് കടന്നു വന്നിരുന്നതെന്ന്. അവൾ വന്നത് എന്തിനാ? ശരിക്കും വാഷർമാൻ വന്നപ്പം വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു നൊമിത. പക്ഷേ കത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ആ കാര്യമെല്ലാം മറന്ന് അവിടെ ഇരുന്ന് കത്ത് വായിക്കുകയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് റിനി വന്നിട്ട് ചോദിക്കുന്നു, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? പാവം, അയാൾ എത്ര സമയം കാത്തു നിൽക്കണം? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗീവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ്, അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. ഇനി തുണിയൊന്നും വാഷ് ചെയ്യാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അയാളോട് അത് പറഞ്ഞുകൂടെ? ഒന്ന് പറയുകയെങ്കിലും ചെയ്തുകൂടെ? പാവം, അയാളങ്ങ് പോകുമല്ലോ. എന്തിനാ അയാളെ എങ്ങനെ കാത്തു നിർത്തി മുഷിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത് റിനി. For a second or two, Nomita is still perhaps recalling the washerman's face waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. ഇപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് നൊമിത പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നത്. അയ്യോ, മുകളിലേക്ക് കയറി വന്നത് എന്തിനായിരുന്നു? താഴെ വാഷർമാൻ അവൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് കാത്ത് അവിടെ നിൽക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ഹെർ ഡൗൺ സ്റ്റെയർസ്. സോ ദെൻ ഷി പിക്സ് അപ്പ് ഡേർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട് സോർട്ടിങ് ദം. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ താഴെ ഇട്ട് കഴിഞ്ഞ വസ്ത്രങ്ങളൊക്കെ താഴെ ഇട്ടിട്ടാണല്ലോ കത്ത് വായിക്കാനായിട്ട് കട്ടിലിരുന്നത്. അപ്പോൾ താഴെ കിടക്കുന്ന അലക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്ത് സോർട്ട് ചെയ്യാൻ, തരംതിരിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ വസ്ത്രങ്ങൾ അലക്കിയെടുക്കുമ്പം ചിലത് കളർ ഫെയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വസ്ത്രങ്ങളുടെ ആ ഒരു വെറൈറ്റി ഒന്ന് തരംതിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സോർട്ട് ചെയ്യാൻ തുടങ്ങി. ഷീ സെസ് ഇൻ എ കാം ടോൺ, "Go, tell him I'm coming. I'm bringing the clothes."
എന്നിട്ട് വളരെ ശാന്തമായൊരു സ്വരത്തിൽ അവൾ റിനിയോട് പറഞ്ഞു, നീ പോയി അയാളോട് ഞാൻ ദാ വരുന്നു എന്ന് പറയേ, ഞാൻ അലക്കാനുള്ള തുണിയുമായിട്ട് ദാ വരുന്നു എന്ന് അയാളോട് പറയാൻ ആവശ്യപ്പെട്ടു. നൊമിത സ്പീക്സ് ഹെർ മൈൻഡ്, സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ് ടു ഹെർ ഫേസ്, ദേ ഓൺലി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. അപ്പോൾ നൊമിതയുടെ ക്യാരക്ടർ പറയുവാണെങ്കിൽ ഷീ സ്പീക്സ് ഹെർ മൈൻഡ്, അവൾ മനസ്സിലുള്ളത് തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാണ്. സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ് ടു ഹെർ ഫേസ്, അതുകൊണ്ട് തന്നെ അവളോട് മുഖാമുഖം നിന്ന് ആരും അവളെ അങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലാറില്ല. ദേ ഓൺലി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. പിന്നെന്താ ചെയ്യുക മറ്റുള്ളവർ? അവളെ ഷാർപ്പ് വേർഡ്സ് കൊണ്ട്, കുത്തുവാക്കുകൾ കൊണ്ട് ഒന്ന് വേദനിപ്പിക്കാൻ മാത്രമേ മറ്റുള്ളവർക്ക് പറ്റാറുള്ളൂ. കാരണം എന്താ പ്രശ്നമുണ്ടെങ്കിലും അവൾ നേരിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, തുറന്നടിക്കുന്ന പ്രകൃതക്കാരിയാണ്. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweat-streaked face and says, "Well, that's something. At least you finally decided to come down from upstairs. Baba, there is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old?" അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്കിറങ്ങി ചെല്ലുമ്പം നൊമിത ഒത്തിരി മെമ്പേഴ്സുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ്, ആ ഒരു സ്ഥലത്തേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത്. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പം അവളുടെ സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ, രണ്ടാമത്തെ നാത്തൂൻ അവിടെ നിൽപ്പുണ്ട്. ഷീസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് വർക്ക് ദിസ് മോർണിംഗ്. രാവിലെ കഠിനമായിട്ട് ജോലിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഒത്തിരി മെമ്പേഴ്സുള്ള ഫാമിലി അല്ലേ, ജോയിൻറ്റ് ഫാമിലി ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നല്ല പണിയുണ്ടാവും അടുക്കളയിലൊക്കെ. അങ്ങനെ ഈ സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ ആൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് വർക്ക് ദിസ് മോർണിംഗ് ആൻഡ് സീയിങ് ഹെർ, അപ്പോൾ നൊമിത താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഷീ പുട്ട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ ഓൺ ഹെർ സ്വെറ്റ് സ്ട്രീക്ഡ് ഫേസ്. അവരുടെ സ്വെറ്റ് സ്ട്രീക്ഡായ വിയർത്ത് നനഞ്ഞു കുതിർന്നിരിക്കുന്ന മുഖത്ത് ഒരു ട്വിസ്റ്റഡ് സ്മൈൽ, ഒരു പരിഹാസ ചിരി അല്ലേ, ഒരു കളിയാക്കി ചിരി എടുത്ത് മുഖത്ത് അങ്ങനെ ഒരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് ഈ സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ ചോദിച്ചു, "Well, that's something. At least you finally decided to come down from upstairs, Baba." അവസാനം നീ മോളിൽ നിന്ന് താഴ്ത്തിറങ്ങി വരാൻ തീരുമാനിച്ചു അല്ലേ. ഒരു കുത്തുവാക്കാണ്. ഇത്രയും സമയം ഇത്രയും പണിയൊക്കെ ഇവിടെ കിടക്കുമ്പം ജോലിയൊന്നും എടുക്കാതെ മുകളിൽ പോയി ബെഡ്റൂമിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുത്തുവാക്കാണ് നമ്മുടെ ഈ സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ പറയുന്നത്. ഇത്രയും നേരം മുകളിലിരുന്നിട്ട് ഇപ്പോഴെങ്കിലും താഴോട്ടിറങ്ങി വരാൻ തോന്നിയല്ലോ. ദർ ഇസ് നോ ഗുഡ് ടൈം ഓർ ബാഡ് ടൈം ഫോർ യു. യു ഫൈൻഡ് ദി സ്മോളസ്റ്റ് എക്സ്ക്യൂസ് ടു ഗോ ഇൻ ടു യുവർ റൂം ആൻഡ് ഗെറ്റ് കോസി വിത്ത് യുവർ ഹസ്ബൻഡ്. നിനക്കങ്ങനെ നേരവും കാലം ഒന്നുമില്ല, നല്ല സമയവും ചീത്ത സമയമൊന്നുമില്ല. ഒരു ചെറിയൊരു എക്സ്ക്യൂസ് കിട്ടിയാൽ മതി, അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഓടി മുകളിലേക്ക് പോകും, ബെഡ്റൂമിൽ പോയിട്ട് ഗെറ്റ് കോസി വിത്ത് യുവർ ഹസ്ബൻഡുമായിട്ട് സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ട്, പ്രണയസല്ലാപത്തിൽ ഏർപ്പെട്ട് അവിടെ ഇരിക്കലാണല്ലോ നിൻ്റെ പണി. ഡസ് ദ ലവ് ടോക്ക് നെവർ ഗെറ്റ് ഓൾഡ്? ഒരിക്കലും നിങ്ങളുടെ ഈ സ്നേഹസല്ലാപം അവസാനിക്കില്ലേ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കലാണല്ലോ, ഇത് അവസാനിപ്പിക്കാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത്രയും നേരം മുകളിലായിരുന്നതിൻ്റെ ഒരു ദേഷ്യമൊക്കെയാണ്, അല്ലെങ്കിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇട്ടിട്ട് പോയി റൂമിൽ പോയി ഇരുന്നതിൽ ഉള്ള ഒരു പരിഭവമൊക്കെയാണ് ഈ സിസ്റ്റർ-ഇൻ-ലോ പ്രകടിപ്പിച്ചത്. നൊമിത ലുക്സ് അറൗണ്ട് വൺസ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ മറുപടി പറയുന്നതിന് മുൻപ് നൊമിത ചുറ്റാകെ ഒന്ന് നോക്കി, എന്താ അവിടുത്തെ സ്ഥിതി എന്നറിയണമല്ലോ, ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടല്ലോ അവിടെ. സോ ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ആ ചുറ്റുപാട് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവളൊന്ന് ചുറ്റാകെ നോക്കി. സീസ് ദ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ്, സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ എയ്തർ സൈഡ്സ്. നോക്കുമ്പോൾ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ്, പ്രഭാതത്തിലെ ആ ഒരു തിരക്കൊക്കെ കാണാനുണ്ട് അവിടെ. തിരക്ക് പിടിച്ച പണിയല്ലേ നടക്കുന്നത്, ജോയിൻറ്റ് ഫാമിലിയാന്ന് പറഞ്ഞിരുന്നല്ലോ, അതും ഒത്തിരി മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ഭക്ഷണം ഉണ്ടാക്കുകയും അങ്ങനെ ഒത്തിരി പണിയുണ്ട്. അപ്പോൾ ചുറ്റാകെ നോക്കുമ്പോൾ നല്ല തിരക്കാണ്. മാത്രമല്ല സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ എയ്തർ സൈഡ്, ചുറ്റാകെ ഉള്ളത് ഫോറസ്റ്റ് ഓഫ് പീപ്പിളാണ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിൻ്റെ എണ്ണം അത്രയധികം കൂടുതലുണ്ട് എന്നർത്ഥം. നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട്,
എന്ന് വെച്ചാൽ അവളിപ്പോൾ പ്രതികരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നാണ് അവൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രെമ്പിൾ, അവളുടെ ശബ്ദം വിറയ്ക്കാൻ പാടില്ല. സോ ഷീ ടു സ്മൈൽസ് എ സ്മോൾ സ്മൈൽ ആൻഡ് സേസ് ഇൻ ആൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്, ഓ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്, യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം, ഓർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്സ്, ഡു യു നോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബ്ദമൊന്നും വിറയ്ക്കാതെ, ശബ്ദം വിറച്ചാൽ എന്താ പറ്റുക, മുകളിൽ വഴക്ക് നടന്നു എന്ന കാര്യമൊക്കെ താഴെ എല്ലാവരും അറിയും. അപ്പോൾ നൊമിതയുടെ ആ ഒരു രീതി എന്താണെന്നാണ് നമ്മളിവിടെ ഇപ്പം കാണാൻ പോണത്. നൊമിത ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ റൂമിനകത്ത് നടന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഇത് വീട്ടുകാരോട് ഷെയർ ചെയ്യുകയല്ല ചെയ്യണത്. അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറുകയാണ്. ഷി ടു സ്മൈൽസ് എ സ്മോൾ സ്മൈൽ ആൻഡ് സെസ് ഇൻ ആൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്. അവളും ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ച്, അവർ കളിയാക്കി ചിരിച്ചിരുന്നല്ലോ, നാത്തൂനവളെ കളിയാക്കി ചിരിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന് മറുപടി എന്നോണം അവളൊരു ചെറിയ ചിരിയൊക്കെ മുഖത്തണിഞ്ഞ് വളരെ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, ഓ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്, അങ്ങനൊന്നും അല്ല, യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വന്ന് മുറിയിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കിക്കേ. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്, ഡു നോ. ഞങ്ങൾ എപ്പോഴും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്, ആംഗ്രി ടോക്കാണ്, വഴക്കടിക്കുകയാണ് ചെയ്യുന്നത്, അതറിയാമോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ നാത്തൂൻ പറഞ്ഞത്, നിങ്ങളെപ്പോഴും എന്താണ് ലവ് ടോക്കിലാണല്ലേ, അത് അവസാനിപ്പിക്കാറായില്ലേ എന്നാണ് ചോദിച്ചത്. അതിന് നൊമിത ശരിക്കും കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചിരിയിൽ പൊതിഞ്ഞാണെങ്കിൽ കൂടി സത്യസന്ധമായിട്ടുള്ളൊരു മറുപടിയാണ് അവൾ കൊടുത്തത്. ഞങ്ങളുടേത് എപ്പോഴും ആംഗ്രി ടോക്കാണ്, ഞങ്ങൾ വഴക്കടിക്കുവാണ് എന്നാണ് അവൾ മറുപടി കൊടുത്തത്. Major wife loves hoo and says, stop it now wife, don't cover up the forbidden fish with your pious spinach. അപ്പോഴേക്കും അടുത്ത ആൾ മെജോ വൈഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫാണ്, രണ്ടാമത്തെ സഹോദരൻ്റെ ഭാര്യയാണ്. അപ്പോൾ നൊമിതയുടെ രണ്ടാമത്തെ ചേട്ടത്തി. അവർ ഹൂ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് നാ വൈഫ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ അജിത്ത് അവിടുത്തെ നാലാമത്തെ ബ്രദറായിരിക്കാം, അയാളുടെ ഭാര്യ എന്ന അർത്ഥത്തിലാണ് നോ വൈഫ്. സ്റ്റോപ്പ് ഇറ്റ് നാ വൈഫ്, ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ pious spinach. We haven't been raised on donkey grass. Why do we need to peek in? What is showing us right in front of our eyes 24 hours a day? അപ്പോൾ ഈ മെജോ വൈഫ് പറഞ്ഞു, മതിയാക്ക്, ഞങ്ങൾക്കറിയാം നീ അങ്ങനെ നിൻ്റെ ഈ പയസ് സ്പിനാഷ് വെച്ചിട്ട് ഞങ്ങളെ നിൻ്റെ മുന്നിലുള്ള ഫർബിഡൻ ഫിഷിനെ ഒളിക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് റെഫർ ചെയ്യുന്നത്, പറയപ്പെടുന്നത് വിധവകളായിരിക്കുന്ന സ്ത്രീകൾക്ക് മീനോ അല്ലെങ്കിൽ മീറ്റോ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കഴിക്കാനായിട്ട് കൊതി ഉണ്ടാവും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത് എടുത്തു വെച്ച് കഴിക്കുകയാണെങ്കിൽ നോർമലി യൂസ് ചെയ്യുന്ന വെജിറ്റബിളാണ് സ്പിനാഷ്, ചീര. അപ്പോൾ അതെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒളിച്ചു വെച്ചിട്ട് കഴിക്കുമ്പോൾ ആരും കാണില്ലല്ലോ. അപ്പോൾ ഈ ഫർബിഡൻ എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ടതെന്ന്, അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തത്, അതിനെ ചീര വെച്ച് ഒളിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നീ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് വെറും കള്ളത്തരം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുവാണ്. വി ഹാവൻ ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്, ഞങ്ങളിങ്ങനെ കഴുതപ്പുല്ല് നിന്ന് വളർന്നവരൊന്നും അല്ലാന്ന്. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ, ഞങ്ങളെന്തിനാണ് നിങ്ങളുടെ റൂമിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നത്, ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ? വാട്ട് യു ആർ ഷോയിങ് എസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours എ ഡേ. നീ ഞങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കണ്ടാൽ മനസ്സിലാവില്ലേ, ഇനി റൂമിൽ ഒന്ന് നോക്കേണ്ട കാര്യമുണ്ടോ, നിങ്ങളുടേത് ആംഗ്രി ടോക്കാണോ ലവ് ടോക്കാണോ എന്ന്. കാരണം നീ 24 മണിക്കൂറും എപ്പോൾ സമയം കിട്ടിയാലും തക്കം കിട്ടിയാലും ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും നൊമിത ലോഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. ആഫ്റ്റർ ലോഫിങ് ദാറ്റ് ലോഫ് ഷീ സേസ്, ഗോ യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. ഇത്രയും എത്തിയപ്പോൾ നൊമിത ബാക്കി തുടരാൻ അനുവദിക്കാതെ ഒരു നാണിച്ചെന്നതുപോലെ, ലജ്ജ വന്നതുപോലെ, ശരിക്കും അവൾക്കപ്പോൾ ലജ്ജ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല അവളുടെ മാനസികാവസ്ഥ അനുസരിച്ച്, എങ്കിൽ കൂടി ഒരു ചിരി, ഒരു അട്രാക്റ്റീവായിട്ടുള്ള ലോഫ്, ആ ലോഫിൻ്റെ ഫലമായിട്ട് അവളുടെ മുഖം ചുവന്നു തുടുത്തു, ഒരു അട്രാക്റ്റീവ് ഫ്ലഷ് ഉണ്ടായി. അങ്ങനെ തുടുത്ത മുഖത്തോടെ ഒരു മറുപടി കൊടുത്തു, ഓ ഗോൺ യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. എപ്പോഴും ഇങ്ങനെ കളിയാക്കലാണല്ലോ നിങ്ങൾക്ക്, പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭാഗത്ത് നിന്ന്
ഒരു കാരണവശാലും ഇക്കാര്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാനുള്ള ഒരു പരിശ്രമം എന്നോണം അവളൊരു കള്ളം പറഞ്ഞ് ഒരു ചിരിയിൽ പൊതിഞ്ഞ് അതിനെ അവിടെ അവസാനിപ്പിച്ചു. The busy borrow wife runs up. Have you chopped the vegetables yet? Or are you just telling stories? ഇപ്പോൾ ഇത്രയും സംഭാഷണം എത്തിയപ്പോഴേക്കും ബോറോ വൈഫ് ഓടിയെത്തി. മുതിർന്ന ആൾ, ഏറ്റവും മൂത്ത ആളിൻ്റെ ഭാര്യയാണ് ഏറ്റവും മുതിർന്ന ചേട്ടത്തി. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കായിരിക്കും അടുക്കളയുടെ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ ഓടി വന്നിട്ട് ചോദിച്ചു, ഹാവ് യു ചോപ്ഡ് ദ വെജിറ്റബിൾ സെറ്റ്? ഒയ്യോ, ഇതുവരെ പച്ചക്കറിയൊന്നും അരിഞ്ഞില്ലേ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിങ് സ്റ്റോറീസ്? കഥയും പറഞ്ഞിരിക്കുവാണോ പച്ചക്കറി അറിയാതെ? And suddenly she stops and starts. What's that? What's this unlucky thing now, wife? How did you burn your angel that way? പക്ഷേ ഓടിയെത്തി അവർ പച്ചക്കറിയൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് മറ്റൊരു സംഗതി ശ്രദ്ധിച്ചു. അവർ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, വാട്ട്സ് ദാറ്റ്? വാട്ട്സ് ദിസ് അൺലക്കി തിങ് നോ വൈഫ്? അയ്യോ, എന്താ ഇത്? എന്താ പറ്റിയിരിക്കുന്നത്? നോ വൈഫ്, എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത്? ഹൗ ഡിഡ് യു ബേൺ യുവർ ആഞ്ചൽ ദാറ്റ് വേ? അയ്യോ, എങ്ങനെയാണ് നീ നിൻ്റെ സാരി തുമ്പ് തീ പിടിപ്പിച്ചത്? ഇതെന്താ പറ്റിയത് എന്നവർ അന്വേഷിച്ചു. നൊമിത ടു സ്റ്റാർട്ട്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്. നൊമിതയും ഞെട്ടിപ്പോയി ആ ചോദ്യം കേട്ടപ്പോൾ. പക്ഷേ അവൾക്കിപ്പോൾ അത് ഒളിച്ചു വെക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഒരു നിമിഷം കൊണ്ട് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കുകയാണ്. അതിനുള്ള ശേഷി വീണ്ടെടുത്തു. ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് ഷീ ഫൈൻഡ്സ് ദ ആഞ്ചൽ ബാക്ക് ക്വിക്ലി ആൻഡ് സെയ്സ് ലാഫിങ്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് സാരിത്തുമ്പ് പുറകിലേക്ക് ഒളിച്ചു പിടിച്ചുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഡോണ്ട് റിമൈൻഡ് മീ, ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ് മീ അബൌട്ട്. അയ്യോ, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ, ഇതെപ്പോഴും നിങ്ങൾ എന്നെ ഉപദേശിക്കാറുള്ള കാര്യമാണ്. ഐ ഡിഡ്ന്റ് ലിസൺ ആൻഡ് സീ വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ല, അതിൻ്റെ ഫലം കണ്ടില്ലേ? ഐ യൂസ്ഡ് മൈ ആഞ്ചൽ to lift a hot pot of water off the stove and that did it. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും ഞാനത് അനുസരിച്ചില്ല. ഞാനിപ്പോൾ പതിവ് പോലെ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ആ അബദ്ധം വീണ്ടും ചെയ്തു. ചാരിത്തുമ്പ് വെച്ച് സ്റ്റൗവിലിരിക്കുകയായിരുന്ന ഒരു വലിയ കലത്തിലെ ചൂടുവെള്ളം താഴേക്ക് ഇറക്കി വയ്ക്കാനായിട്ട് ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും തീ കത്തുന്നിടത്ത് ചൂട് ആയിരിക്കുന്ന പാത്രത്തിൽ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് സാരിത്തുമ്പ് എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തേക്ക് തീ പിടിച്ചു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ അത് എൻ്റെ അനുസരണക്കേടിന് കിട്ടിയൊരു ശിക്ഷയാണ്. അയ്യോ, അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ആ സന്ദർഭത്തെ വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തു. നമിത pulls the basket of potatoes towards herself and sits down to peel potatoes, and in her mind she keeps thinking about how she might be able secretly to send her mother a few rupees. അപ്പോൾ ഈ ചേട്ടത്തി വന്ന് അന്വേഷിച്ചിരുന്നത് പച്ചക്കറി അരിഞ്ഞില്ലേ എന്നതാണ്. സോ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമിത pulls the basket of potatoes towards herself. അവൾ പൊട്ടറ്റോസിൻ്റെ ബാസ്ക്കറ്റ് നീക്കി അടുത്തേക്ക് വെച്ചു. ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ പൊട്ടറ്റോസ്. എന്നിട്ടിരുന്ന് പൊട്ടറ്റോസിൻ്റെ തൊലി കളയാനായിട്ട്, പീലിംഗ് പൊട്ടറ്റോസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഇൻ ഹെർ മൈൻഡ് ഷീ കീപ്സ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രട്ട്ലി ടു സെൻഡ് ഹെർ മദർ എ ഫ്യൂ റുപ്പീസ്. അപ്പോഴെല്ലാം അവളുടെ മനസ്സിലുള്ള ചിന്ത രഹസ്യമായിട്ട് അമ്മയ്ക്ക് എങ്ങനെ കുറച്ച് പണം അയച്ചു കൊടുക്കാം എന്നായിരുന്നു. ഷീ കാൻ റിയലി റൈറ്റ് ടു ഹെർ, ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അപ്പോൾ അവൾക്ക് ഒരിക്കലും നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അമ്മയ്ക്ക് കത്തെഴുതണം, ഇനി എൻ്റെ അടുത്തുനിന്നൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് എഴുതണം എന്ന് വിചാരിച്ചിരുന്നു. എങ്കിലും അങ്ങനെ അവൾക്ക് എഴുതാൻ പറ്റില്ലല്ലോ, അവളുടെ സ്വന്തം അമ്മയല്ലേ. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു കത്തെഴുതാനൊന്നും അവളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇനി എങ്ങനെ അമ്മയ്ക്ക് ഈ പണം അയച്ചു കൊടുക്കാം, രഹസ്യമായിട്ട് എങ്ങനെ പണം എത്തിച്ചു കൊടുക്കാം, അതുവഴി അജിത്തിൻ്റെ ആ ഒരു മുഖം എങ്ങനെ സംരക്ഷിക്കാം എന്ന് ചിന്തിക്കുകയാണ്. Over there, the entire village knows Nomita is a queen. Nomita's husband is high-minded, large-hearted. അപ്പോൾ അവിടെ ഓവർ ദയർ അങ്ങ് അമ്മയുടെ ഗ്രാമത്തിൽ എൻ്റെ വില്ലേജ് നോസ്, ആ ഗ്രാമീണർക്ക് എല്ലാവർക്കും അറിയാം നൊമിത ഈസ് എ ക്യൂൻ. നൊമിതയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹൈ മൈൻഡഡ് ആണ്, ലാർജ് ഹാർട്ടഡ് ആണ് എന്നൊക്കെ അവിടെ അമ്മ തന്നെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ അജിത്തിൻ്റെ ആ ഒരു മുഖം സംരക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യാം, എങ്ങനെ പണം എത്തിക്കാം എന്നാണ് നൊമിത ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. This is precisely why I compare women to match boxes. അപ്പോൾ നൊമിതയുടെ കഥ അവിടെ നിർത്തിയിട്ട് ആശാപൂർണ ദേവി പറഞ്ഞു വന്ന ആ
സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മടങ്ങുകയാണ്. ഇതാണ് വൈ ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ സ്ത്രീകളെ മാച്ച് ബോക്സസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനുള്ള കാരണം. എന്താ കാരണം? ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയേഴ്സ് ദേ നെവർ ഫ്ലയർ അപ്പ് ആൻഡ് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ്, ദെയർ ലാർജ് ഹാർട്ടഡ്നെസ്. ഈ സ്ത്രീകളുടെ ഉള്ളിലൊക്കെ ഒരു തീ കൊളുത്തി പടർത്തി കൊണ്ടുപോകാൻ ഒരു വലിയ ദഹനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അവരൊരിക്കലും ആ പുരുഷൻ്റെ ഹൈ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ അവരുടെ ലാർജ് ഹാർട്ടഡ്നെസ് എന്ന മാസ്കിനെ കത്തിച്ചു കളയാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പോൾ ഇവിടെ അജിത്തിനെ കുറിച്ച് ആ സമൂഹത്തിലൊക്കെ പരന്നിരിക്കുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ അജിത്ത് വിശാല ഹൃദയനാണെന്നും ഉയർന്ന ചിന്താഗതി ഉള്ളവനാണെന്നും നല്ലവനാണെന്നും ഒക്കെയാണ്. അപ്പോൾ ശരിക്കും അജിത്ത് അങ്ങനെ അല്ല എന്ന് അജിത്തിൻ്റെ ഫാമിലിയിലെ ഇൻസിഡൻ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആ വിഷയമൊന്നും പുറത്തറിയാതിരിക്കാൻ, ഈവൻ ഫാമിലി മെമ്പേഴ്സ് പോലും അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നൊമിത കള്ളം പറയുകയും അഭിനയിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പുറത്ത് ആൾക്കാർ ഇത് അറിയാതിരിക്കണമെങ്കിൽ അവൾ അമ്മയുടെ അടുത്ത് പണം എത്തിച്ചു കൊടുക്കുകയും അമ്മയുടെ വീട് നന്നാക്കാനുള്ള സഹായം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പറയും, ഓ അജിത്ത് ഇത്രയും നല്ലവനാണല്ലോ, അതുകൊണ്ട് ആ അമ്മയുടെ വീടൊക്കെ ശരിയാക്കി കൊടുത്തു എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അജിത്തിൻ്റേത് ശരിക്കും ഒരു മാസ്കാണ്, ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ്. അയാൾ നല്ലവൻ എന്ന മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ്. ആ മുഖംമൂടി നശിച്ചു പോകാതിരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നൊമിത ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ കൂടി അവൾക്ക് അയാളുടെ ഈ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള എല്ലാ കഴിവും ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ അയാളെ നാണം കെടുത്താൻ അവൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. അതാണ് സ്ത്രീകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യമാർ ചെയ്യുന്നത്. ദേ ഡോണ്ട് ബേൺ അവേ ദയർ ഓൺ കളർഫുൾ ഷെൽസ്. ഈ സ്ത്രീകൾ ഒരിക്കലും അവരുടെ കളർഫുൾ ഷെൽസിനെ കത്തിച്ച് കളയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവരുടെ കുടുംബജീവിതമാകുന്ന ആ ഷെൽസിനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഈ പുരുഷൻ്റെ സ്വാർത്ഥതയെ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരിക്കലും സ്ത്രീകൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഭാര്യമാരൊക്കെ പൊതുവിൽ പുരുഷൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ അത് നിലനിർത്താനായിട്ടുള്ള പരിശ്രമമായിരിക്കും നടത്തുക എന്നാണ് റൈറ്റർ പറയുന്നത്. They won't burn them. The men know this too. അപ്പോൾ അതിനകത്ത് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യില്ല എന്ന കൃത്യമായ ധാരണ ആർക്കും ഉണ്ട്. പുരുഷനും നന്നായിട്ടറിയാം. എന്തൊക്കെ ആയാലും ഇവൾ എന്നെ നാണം കെടുത്തില്ല എന്ന ചിന്ത പുരുഷൻ്റെ മനസ്സിലും ഉണ്ട്. That's why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. അതുകൊണ്ട് തന്നെയാണ് ഈ മാച്ച് ബോക്സസിനെ, അതായത് ഈ മാച്ച് ബോക്സ് ഇത്രയും കപ്പാസിറ്റി അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഒരിക്കലും അത് ആളിക്കത്തി വലിയ ഒരു ജ്വലനം നടത്തില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ മാച്ച് ബോക്സസിനെ വളരെ കെയർലെസ്സായിട്ട് കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലും എവിടെ വേണമെങ്കിലും വലിച്ചെറിയുന്നത്. ക്വയറ്റ് വിതൗട്ട് ഫിയർ ദേ പുട്ട്സ് ദം ഇൻ ദെയർ പോക്കറ്റ്സ്. തീർച്ചയായിട്ടും തീരെ ഭയമില്ലാതെ ഈ മാച്ച് ബോക്സിനെ പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് നടക്കുന്നതും ഇതേ ധൈര്യത്തിലാണ്. ഇതൊരിക്കലും കത്തിപ്പിടിക്കില്ല, ഇതിനകത്ത് ഇത്രയും പവർ ഉണ്ടെങ്കിലും ഇതൊരിക്കലും കത്തിപ്പിടിക്കില്ല എന്ന ധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അത് സ്ത്രീക്ക് സമാനമായിട്ടുള്ള അവസ്ഥയാണ്. അവളെ വലിച്ചെറിഞ്ഞേക്കാം, പക്ഷേ അവൾ ഒരിക്കലും കുടുംബജീവിതത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പുറത്ത് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുകയോ പുരുഷൻ്റെ ആ ഒരു മുഖം മൂടിയെ വലിച്ച് കീറാനോ തകർക്കാനോ ശ്രമിക്കുകയുമില്ല എന്ന ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ത്രീകളെയും മാച്ച് ബോക്സസിനെയും കമ്പയർ ചെയ്യാം എന്ന് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ സ്റ്റോറി ഇവിടെ അവസാനിക്കുവാണ്. ഇത്തരത്തിലൊരു സന്ദേശമാണ് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം ഒത്തിരി ലെങ്തി ആയിട്ടുള്ള സ്റ്റോറിയാണ്, നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഏതെങ്കിലും ഭാഗം മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അതുമൊക്കെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഫിനിഷ് ടുഡേയ്സ് സെഷൻ. ഓക്കെ, താങ്ക് യു.